നമ്മൾ കാവിൽ പോകേണ്ട വഴിയാണ് ഇത്. മോള് പറഞ്ഞു ഗായ്സ്, ഇത് പണ്ട് ഉത്സവം നടക്കുമ്പോൾ ഇത് ഇങ്ങനെയല്ലേന്നു, കാവുന്ന ഇങ്ങനെയല്ലേന്നു. ഇത് പണ്ടേ നല്ലോണം നല്ല വൃത്തിയാക്കി. ഇപ്പം മൊത്തം നമ്മൾ പച്ച പുല്ല് അത് നല്ലോണം മൊത്തം നല്ലോണം വളർന്നുകൊണ്ട് ഉള്ളിലുള്ള മൊത്തം അതിൻ്റെ ഉള്ളിലും കണ്ട മൊത്തം പുല്ലായിട്ട് ചെപ്പുല്ലായിട്ട്. അതുകൊണ്ടാണ് ഉത്സവത്തിലാവുമ്പോഴത്തേക്ക് വയക്കിട്ട് ഉത്സവത്തിലുള്ള വീഡിയോ എല്ലാം കണ്ടിട്ടില്ലേ? ഉത്സവത്തിനെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് ഒന്നും ഒന്നും പുല്ലൊന്നും ഇല്ലായിരുന്നു. ഇപ്പം അവന് ഈ ഇലയെല്ലാം ആയത് എൻ്റെ അമ്മമ്മേനെ കാണും. തങ്കരതമേറി വന്ന ദേവകന്യയല്ലോ, ചെങ്കതിരിൻ നിറമാർന്ന തമ്പുരാട്ടിയമ്മ. സങ്കടങ്ങളേറി നെഞ്ച് നീറിയുരുകുമ്പോൾ തങ്കനില ചിരിയേകി തണുവേകുമമ്മ. തങ്കരതമേറി വന്ന ദേവകന്യയല്ലോ, ചെങ്കതിരിൻ നിറമാർന്ന തമ്പുരാട്ടിയമ്മ. സങ്കടങ്ങളേറി നെഞ്ച് നീറി. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു മുള. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു മുള. ഞാൻ മുള കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും വലിയ മുള കണ്ടിട്ടില്ല. ബാക്കി എൻ്റെ അമ്മമ്മേനൊക്കെയാണ് പറഞ്ഞത്. അമ്മ, ഈ മുള എങ്ങനെയാണ് ഇത് പണ്ട് ഉണ്ടായിരുന്നത്? മുളയൊന്നും ഇല്ല. അന്ന് നമ്മൾ പറമ്പത്താണ് ഇടിയെല്ലാം വരുമ്പോൾ കാവെല്ലാം വീണ് പൊള്ളിട്ടിരുന്നു. എന്നതിന് ശേഷമാണ് എല്ലാവരും കാവ് എല്ലാം നമുക്ക് നല്ല ഇതായിട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് 10-50 കൊല്ലം മുന്നേ കാവ് പൊളിഞ്ഞ് വീണിട്ടാവുള്ളേന്. ഈ പറമ്പത്ത് വരുമ്പോൾ ഈ മുളയോ കായോ ഒന്നുമില്ല. നമ്മൾ പണ്ടല്ലേ ഈ പറമ്പത്തോട്ട് അമ്മേൻ്റെ വീട്ടിൽ പോകും, അന്നേരം ഒന്നുമില്ല ഇവിടെ. കാവ് വീണ് പൊളിഞ്ഞിട്ടാവുള്ളേന്. ഇപ്പം നമുക്ക് നമ്മളാണ് കാവിൽ മടങ്ങി എനിക്ക് കുറച്ച് പറയാനുണ്ട് കാവിനെ പറ്റിയിട്ട്. അവിടുന്ന് പറയാൻ നോക്കുമ്പോൾ ഭയങ്കര നായികളാണ് അടിയുള്ളത്. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവിടുന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് അത് 10-50 കൊല്ലം വാടക വീട് അടിയ സ്ഥലവും കാവുമാണ്. പിന്നെ അവരെ ആ നാട്ടുകാരിലെന്തെങ്കിലും അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കുന്നത്. പിന്നെ നമ്മൾ ആ വീട്ടിൽ നാട്ടുകാരും നല്ല ആ കുടുംബക്കാരും എല്ലാം കൂടിയിട്ട് കാവ് നല്ല ഭംഗിയായി കൊണ്ടുവന്നു. ഇപ്പം കാവ് കൊല്ലത്തിൽ അടിയന്തരം കഴിക്കലുണ്ട്. ഇപ്പോൾ എന്നിട്ട് അടിയന്തരം കഴിക്കലുണ്ട്. നാട്ടുകാരും കുടുംബക്കാരും എല്ലാം കൂടി ചേർന്നിട്ടാണ് അടിപൊളിയായിട്ടുള്ള തെയ്യായി ഇപ്പം കഴിക്കുന്നത്. എനിക്ക് ആ കാവിനെ പറ്റി നല്ലോണം അറിയാം. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറയുന്നത്. പണ്ട് ചെറുപ്രായത്തിൽ നമ്മളതിലേക്കൂടി നമ്മളെ അമ്മേൻ്റെ വീട്ടിൽ പോകുന്ന സ്ഥലമാണത്. അതുകൊണ്ട് നല്ലോണം അറിയാം. നല്ല ഇപ്പം കൊല്ലക്കാല് 10-20 കൊല്ലമായി അവിടെ തെയ്യം കഴിക്കുന്നു. നല്ല അടിപൊളി ഭക്ഷണവും കാര്യവും എല്ലാമാണ്. കുടുംബക്കാരിലും നല്ലോണം നാട്ടുകാരാണ് നല്ലോണം അതെല്ലാ സാധനം എല്ലാം എത്തിക്കുന്നതും ഭയങ്കര സദ്യയാണ്. അടിപൊളിയാണ് ഇപ്പം കഴിക്കുന്നതാണ്. 10-20 കൊല്ലമായി ഇപ്പം കഴിക്കാൻ തുടങ്ങിയിട്ട്. ജനുവരി 24, 25, 26 തെയ്യം. നമ്മളാണ് കൊല്ലത്തിൽ പോലുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നു. അങ്ങനെ അറിയാനെനിക്ക് നല്ലോണം. എനിക്കറിയുന്നിടത്തോളം ഞാൻ ഈ കാവിനെ പറ്റിയിട്ട് പറഞ്ഞു. ഇനി ഈ കാവിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.